ഇവിടെ വേണ്ടാത്ത നിലയിൽ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അലങ്കോലം ഉണ്ടാക്കുന്ന രീതി ഉണ്ടാവരുത്. അത് വേറെ വിഷയങ്ങളാണ്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളുകളായി നമ്മളാരും മാറുന്നു. നിങ്ങൾ പറയണം ഇത് കോർപ്പറേഷന്റെ പുറമ്പോക്കല്ല, നഗരസഭയുടെ വസ്തുവല്ല. അല്ല, നിങ്ങൾക്കറിയണം, നിങ്ങളെല്ലാം അറിയേണ്ടത്. നിങ്ങളല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. നിങ്ങളാണല്ലോ നഗരസഭയുടെ വസ്തുവാണോ ഇല്ലെന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ. അല്ലാതെ ഇവിടെ തോന്നുന്നത് പോലെ ഞാൻ വന്നിട്ട് അത് പറയണത് എൻ്റെ അച്ഛൻ്റെ വകയാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോ? അല്ലെങ്കിൽ പോലീസ് സംരക്ഷണം ഞങ്ങൾക്ക് തരുമോ? ഞാൻ പറയണത് എൻ്റെ കുടുംബ വസ്തുവാണിത് എന്ന് പറഞ്ഞിരുന്നാൽ ഈ പോലീസിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടുമോ? ഇത് നഗരസഭയുടെ ഭൂമി നഗരസഭയ്ക്കുള്ളത്. പുറമ്പോക്ക് ഭൂമി എന്ന് പറയുന്ന റവന്യൂ പുറമ്പോക്ക്, അതിൻ്റെ ഉത്തരവാദി കളക്ടറാണ്. ആ കളക്ടറാണ് അത് അളന്ന് നിശ്ചയിച്ച് ഇതിൻ്റെ ഉത്തരവാദികളും അവകാശികളെ നിശ്ചയിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അതാരെന്നുള്ള നിലയ്ക്ക്, അല്ലാതെ വ്യക്തിപരമായ ആർക്കെങ്കിലുമുള്ള താല്പര്യം അത് വേറെ. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറോട് ഞാൻ പറയാണ്, ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഹെൽത്തിലെ ജീവനക്കാരെ കൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അപകടമാണ്. അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങളാണ്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇവിടെ വന്നു പോകുന്ന ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളല്ല. അത് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇത് പുറമ്പോക്ക്, ഇത് നഗരസഭാ പുറമ്പോക്കല്ല, ഇത് റവന്യൂ പുറമ്പോക്കാണ്. കളക്ടറാണ് ഇവിടെ ഉത്തരവ് തരേണ്ടത്. നിങ്ങൾ കളക്ടറെ ഉത്തരവ് കൊടുക്കുക. അത്രേ ഉള്ളൂ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ തല മേടിച്ചു ആ മുറിക്കതിലായി മദ്യപാനം നടത്തുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് കോർപ്പറേഷൻ്റെ അധികൃതർ ഇങ്ങോട്ടേക്കെത്തി ഇതിനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ഒരാഴ്ച മുമ്പ് തന്നെ കുറച്ച് നോട്ടീസ് ഇവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് കോർപ്പറേഷൻ്റെ ഭരണസമിതിയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ ആ നോട്ടീസ് ഔദ്യോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ അതിനെ എതിർത്ത് നിൽക്കുന്നത്. ഇത് കോവിഡ് ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിച്ചു വന്ന ഓഫീസിൽ നിന്നാണ് ഈ CPM-ൻ്റെ പ്രാദേശികമായിട്ടുള്ള ഇപ്പോഴും ഇവിടെ തർക്കം തുടരുകയാണ്. ഈ CPM-ൻ്റെ പ്രാദേശിക ആക്രോശിച്ചുകൊണ്ട്
പറഞ്ഞു